ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വലിയ നോമ്പിൻ്റെ ഈ പുണ്യദിനങ്ങളിൽ ദൈവവചന ധ്യാനത്തിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള വചനങ്ങളാണ്. കാൽവരി യാത്രയുടെ അവസാന നാളുകളിലേക്ക് അടുക്കുമ്പോൾ യേശുവിൻ്റെ ഉള്ളിലുണ്ടാകുന്ന വലിയൊരു ആത്മീയ സംഘർഷവും കുരിശുമരണത്തെക്കുറിച്ചുള്ള അവിടുത്തെ പ്രവചനവുമാണ് ഈ വചനങ്ങളിൽ നാം കാണുന്നത്. നമ്മുടെ ആത്മീയ യാത്രയ്ക്ക് വെളിച്ചം നൽകുന്ന പ്രധാനപ്പെട്ട 3 ചിന്തകളാണ് ഈ വചനഭാഗം നമുക്ക് നൽകുന്നത്. ഒന്ന്, അസ്വസ്ഥതകളിലെ പൂർണ്ണ സമർപ്പണം. ഒന്നാമതായി, യേശു തൻ്റെ മാനുഷികമായ ഒരു വലിയ വേദന പങ്കുവെക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. പ്രിയമുള്ളവരെ, മരണത്തെയും കൊടിയ പീഡനങ്ങളെയും മുന്നിൽ കാണുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ വേദനയും ഭയവും ഈശോ ഇവിടെ തുറന്നു പറയുന്നു. എന്നാൽ ആ അസ്വസ്ഥതയുടെ നടുവിലും ഈശോ വേദനയിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമല്ല ആവശ്യപ്പെടുന്നത്, മറിച്ച് പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്നെ പൂർണ്ണമായ സമർപ്പണമാണ് നമ്മുടെ ജീവിതത്തിലും. രോഗങ്ങളോ സാമ്പത്തിക തകർച്ചകളോ കുടുംബ പ്രശ്നങ്ങളോ വരുമ്പോൾ നമ്മുടെയും ആത്മാവ് അസ്വസ്ഥമാകാറുണ്ട്. അപ്പോഴൊക്കെ ദൈവമേ, ഈ കുരിശ് എന്നിൽ നിന്നും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ദൈവമേ, എൻ്റെ ഈ സഹനത്തിലൂടെ അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? ഈ നോമ്പുകാലം നമ്മെ പഠിപ്പിക്കുന്നത് അസ്വസ്ഥതകളുടെ നടുവിലും ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴടങ്ങാനാണ്. 2, ഉയർത്തപ്പെടുന്ന കുരിശിൻ്റെ ആകർഷണം. രണ്ടാമതായി വചനം പറയുന്നു, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. ഇവിടെ ഉയർത്തപ്പെടുക എന്നത് കാൽവരി കുരിശിലെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് സുവിശേഷകൻ വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തിൻ്റെ കണ്ണിൽ കുരിശ് എന്നത് തോൽവിയുടെയും അപമാനത്തിൻ്റെയും അടയാളമായിരുന്നു. എന്നാൽ ഈശോ പറയുന്നത് ആ കുരിശിലേക്ക് സകലരെയും അവിടുന്ന് ആകർഷിക്കും എന്നാണ്. നിസ്വാർത്ഥമായ സ്നേഹത്തിന് എപ്പോഴും മനുഷ്യരെ ആകർഷിക്കാൻ കഴിവുണ്ട്. സ്വന്തം ജീവൻ ബലി കഴിച്ചുകൊണ്ട് ഈശോ കാണിച്ച ആ സ്നേഹമാണ് 2000 വർഷങ്ങൾക്കപ്പുറം നമ്മെ ആ കുരിശിന് ചുവട്ടിലേക്ക് ആകർഷിക്കുന്നത്. കുടുംബത്തിനു വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും നാം ചെയ്യുന്ന ചെറിയ സഹനങ്ങളും ത്യാഗങ്ങളും ഇതുപോലെ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ആകർഷിക്കുന്ന അടയാളങ്ങളായി മാറണമെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 3, പ്രകാശമുള്ളപ്പോൾ നടക്കുക. മൂന്നാമതായി യേശു നൽകുന്ന ഏറ്റവും വലിയൊരു മുന്നറിയിപ്പാണ് അവസാന വചനങ്ങളിലുള്ളത്. അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാൻ പ്രകാശമുള്ളപ്പോൾ നടന്നുകൊള്ളുവിൻ. അന്ധകാരത്തിൽ നടക്കുന്നവൻ താൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ സമയത്തിന് വലിയ വിലയുണ്ട്. മാനസാന്തരപ്പെടാനും തെറ്റുകൾ തിരുത്താനും നമ്മോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കാനും എപ്പോഴും സമയം കിട്ടിയെന്ന് വരില്ല. അഹങ്കാരത്തിൻ്റെയും പാപത്തിൻ്റെയും അന്ധകാരം നമ്മെ കീഴടക്കുന്നതിന് മുൻപേ കൃപയുടെ പ്രകാശം ലഭിക്കുന്ന ഈ നോമ്പുകാലത്ത് തന്നെ നാം തിന്മയുടെ വഴികളിൽ നിന്ന് തിരികെ നടക്കണം. നാളത്തേക്ക് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ പ്രകാശത്തിൻ്റെ മക്കളായി ജീവിക്കാൻ നമുക്ക് തുടങ്ങാം. സ്നേഹമുള്ളവരെ, ഈ നോമ്പുകാലം നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. അസ്വസ്ഥതകളിൽ ദൈവഹിതം അന്വേഷിക്കാനും നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളിലൂടെ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കാനും നമുക്ക് സാധിക്കട്ടെ. ലോകത്തിൻ്റെ അന്ധകാരം നമ്മെ കീഴ്പ്പെടുത്തുന്നതിന് മുൻപ് ക്രിസ്തുവാകുന്ന യഥാർത്ഥ പ്രകാശത്തിലേക്ക് നമുക്ക് നടക്കാം. നാം ഏവരെയും പ്രകാശത്തിൻ്റെ മക്കളാക്കുവാൻ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി.